ഹായ് കൂട്ടുകാരെ, എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ഡെസിമൽ ഫോംസ് പേജ് നമ്പർ 74ലെ ചോദ്യോത്തരങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് പേജ് നമ്പർ 74ലുള്ളത്. നമുക്ക് വളരെ ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 3.7 നമുക്കൊരു ഡെസിമൽ ഫോംസ് ആണ് തന്നിരിക്കുന്നത്. ഇതിന് എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതണം. അപ്പൊ 3.7 എന്ന് വെച്ചാൽ എന്താണ്? 3.7 എന്ന് പറയുമ്പോൾ 3/7/10 എന്ന് എഴുതാൻ കഴിയും. കാരണം പോയിന്റിന് ശേഷം ഒരു സംഖ്യയാണ് വരുന്നത്. അപ്പൊ അതിനെ 7/10 എന്നാണ് നമ്മൾ എഴുതുന്നത്. അതേപോലെ 3.07 എന്ന് പറയുമ്പോൾ ഇവിടെ പോയിന്റിന് ശേഷം രണ്ട് സംഖ്യകളുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? 3/7/100 എന്ന് എഴുതാം. 30.7 എന്ന് പറയുമ്പോൾ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണുള്ളത്. അപ്പൊ നമുക്ക് 30/7/10 എന്ന് എഴുതാൻ കഴിയും. 3.72 ഇവിടെ എത്രയാണ്? രണ്ട് സംഖ്യകളാണുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം? 3/72/100 എന്ന് എഴുതാം. അടുത്തത് 37.2 ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് എത്രയാണ്? ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 37/2/10 എന്ന് എഴുതാം. പിന്നീട് വരുന്നത് 3.072 ആണ്. 072 എന്ന് പറയുമ്പോൾ എത്ര സംഖ്യയായി? ഇവിടെ 3 സംഖ്യകൾ വന്നു അല്ലെ? അപ്പൊ എത്രയാണ് നമ്മൾ എഴുതേണ്ടത്? 1000 എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ 1000 എന്നാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 3/72/1000 എന്നാണ് എഴുതുന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 72/1000 നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ഇവിടെ 72 വരുമ്പോൾ നമ്മൾ ഒരു 0 എക്സ്ട്രാ ചേർക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് പോയിന്റ് ഇടുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചെഴുതുമ്പോൾ എന്താണ്? ഈ 0 എടുത്തു കളയണം. അതിനുശേഷം 72/1000 എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 30.72. ഇവിടെ എത്രയാണ്? രണ്ട് സ്ഥാനങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് 30/72/100 എന്ന് എഴുതാൻ കഴിയും. 51/10 അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിന് എന്താണ്? ഡെസിമൽ ഫോംസ് ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. 10 എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്ഥാനം കഴിഞ്ഞാണ് പോയിന്റ് ഇടേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 5.1. അടുത്ത എത്രയാണ്? രണ്ടാമത്തേത് 513/10. ഇവിടെ എന്താണ്? ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിന്റ് ഇടേണ്ടത്. അപ്പോൾ പോയിന്റ് ഇടുമ്പോൾ എന്താണ്? വലതുവശത്ത് നിന്ന് ഇടത്തോട്ടേക്കാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ? 51.3 എന്ന് എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 513/100. ഇവിടെ എത്രയാണ്? രണ്ട് സീറോകളാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5.13 എന്ന് എഴുതാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 513/1000. 3 പൂജ്യമാണുള്ളത്. അപ്പൊ എന്താണ്? 3 സ്ഥാനങ്ങൾക്കാണ് നമ്മൾ പോയിന്റ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് 0.513 എന്ന് എഴുതാം. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് 5130/1000. ഇവിടെ എത്ര സ്ഥാനമാണ്? 3 പോയിന്റുകളാണുള്ളത് അല്ലെ? 3 സീറോകളാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? 5.130 എന്ന് എഴുതാൻ കഴിയും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂട്ടുകാരുടെ അടുത്ത ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത പ്രവൃത്തി പരിചയവുമായി വീണ്ടും കാണാം. ബൈ.